50 വർഷമായി കൊച്ചിയിലെ പുറമ്പോക്കിലാണ് വൃദ്ധ ദമ്പതികളായ സുധയുടെയും വിജയന്റെയും താമസം. ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നതിന് പുറമ്പോക്കിലെ താമസ സ്ഥലത്ത് ഭക്ഷണം വെച്ച് നൽകിയും ചില സുമനസ്സുകളുടെ സഹായത്തിലുമാണ്. പുറമ്പോക്കിലെ ജീവിതം ദുസ്സഹമാണെങ്കിലും സുധയ്ക്ക് അതൊരു കൊട്ടാരമാണ്. കുടുംബ വകയായി ലഭിച്ച കുറച്ച് ഭൂമി വയനാട്ടിലുണ്ട്. അവിടെ താമസിക്കാൻ യോഗ്യമല്ലാത്തതിനാൽ സർക്കാർ ആ ഭൂമി ഏറ്റെടുത്ത് മറ്റെവിടെയെങ്കിലും പുനരധിവാസം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. പത്ത് 14 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഭർത്താവിന് ജോലിയും വിലയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ, കടയുണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലിരുന്ന പണയം എടുത്തുകൊണ്ട് വെച്ചിരുന്ന മാല കട്ടെടുത്തുകൊണ്ട് പോന്ന് ഇവിടെ വന്ന് അത് വിറ്റ് വീട്. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആദ്യമായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതും എന്നിട്ട് മീൻ കച്ചവടം തുടങ്ങുന്നതും. അതൊക്കെ കഴിഞ്ഞിട്ട് ആ മീൻ കച്ചവടമൊക്കെ ശരിയാകാതെ വന്നപ്പോഴത്തേനാണ് അന്ന് ഇവിടെ ഒരു തടിമില്ലുണ്ടായിരുന്നു. ഈ തടിമില്ലിലെ ആ പണിക്കാരെല്ലാം പറഞ്ഞു, ചേച്ചി ഒരു കടയിടുന്നൊക്കെ പറഞ്ഞു. അവർ വെള്ളവും മേശയും സകല സാധനങ്ങളും തന്നു. പിന്നെ KB മനോജ് ഇവിടെ കടയിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആ കാലത്ത് ഇവിടെ കടയിട്ട് ഈ ജീവിതം തുടങ്ങുന്നത്. മോനും ഞാനും ഭർത്താവുമായിരുന്നു. മകൻ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പാട്. ചോറിന് വേണ്ടി മാത്രം 70 രൂപയ്ക്ക് ഒരു മീൻ കറി കൊടുക്കും, ഒരു മീൻ വറുത്ത കൊടുക്കും, മീൻ ചാറ് കൊടുക്കും, തോരൻ, അച്ചാറ്, പപ്പടം എല്ലാം കൂട്ടിയാ ചോറ് കൊടുക്കും. കവിത എഴുതും. ഞാൻ 5ലോ 4ലോ കണ്ട് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കൊച്ചനിയത്തി മരിച്ചുപോയി. 10 മാസം പ്രായം ഉണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ പേര് അംബിക എന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ എഴുതിയ, അംബികയെ പൊന്മകളെ അമ്മയെ കണ്ടുറന്നൊന്നു നോക്കൂ, അമ്മിഞ്ഞ പാല് വേണ്ടേ നിനക്കിന്ന് ഇത്രയ്ക്കുറക്കമെന്തേ, അച്ഛനും ചേച്ചിയും നിൻ ചാരത്തിരുന്നു കരഞ്ഞിടുന്നു, കാൺമതില്ലേ മകളെ നീ. ഈ കവിതകളെല്ലാം എഴുതി വെച്ചെങ്കിൽ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ നിവർത്തിയില്ലല്ലോ. എല്ലാവരും പറയും കവിതയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഒരു ദിവസം ഈ തെരുവോര മുരുകൻ വന്നിട്ട്, ചേച്ചി കവിത എഴുതുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ കമ്പും കോലൊക്കെ ആയിട്ടാകും വന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല കവിതയാണോ, ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ടെന്നത്. പിറ്റേ ദിവസം അവൻ ഇതുപോലെ കുറേ കമ്പും കോലും ഒക്കെ ആയിട്ട് ഒരു പിള്ളേരുമായിട്ടൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ പിറ്റേ ദിവസം ആദ്യമായിട്ട് പത്രത്തിൽ എൻ്റെ ഫോട്ടോയും ഇതുപോലെ എല്ലാം അടിച്ചടിച്ച് വന്നു. മാതൃഭൂമിക്കാരും ഇതുപോലെ തന്നെ വന്ന് വാർത്ത ഇട്ടു. മോഹൻലാൽ 60 വയസ്സായപ്പോഴത്തേനും, അതിനു മുമ്പ് എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് 60 വയസ്സായപ്പോൾ ഞാൻ ഓർത്തു എനിക്കൊരു കവിത എഴുതിയാൽ എന്താ മോഹൻലാലിനെ കുറിച്ച്. അപ്പം അന്ന് ഞാൻ എഴുതി, മനസ്സിൽ കുളിർക്കോരും തേന്മഴയായി മധുരമാങ്കലകളും പൂത്ത് മഞ്ഞിൽ വിരിഞ്ഞ ചെന്താമരപ്പൂവ് ഷഷ്ടി പൂർത്തിയായി എന്നാകിലും ഇന്നും 17 പടിയിൽ നിൽക്കുന്നു. എനിക്കിതുവരെ ഒരു ചെറ്റക്കുടിൽ പോലും കിട്ടാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ എഴുതിയ, ഒരു തുണ്ട് ഭൂമിയിൽ ഒരു ചെറു ചെറ്റക്കുടിൽ കെട്ടി ഒരന്തി ഉണ്ട് ഉറങ്ങി മരിക്കുവാൻ അന്ന് എഴുതിയത്. എനിക്കിത് ചെറ്റക്കുടിലല്ല, സ്വന്തം ഒരു മാളികയായിട്ടാണ് ഞാൻ എഴുതി കാണുന്നത്. ഞാനിതിലൊരു റാണിയായിട്ട് ജീവിക്കുന്നു. ഉണ്ട്, വളരെ വളരെ ആഗ്രഹമുണ്ട് എനിക്ക്. അമ്മ തന്ന ഭൂമി കുറച്ച് വയനാട്ടിലുണ്ട്. ഇവിടുന്ന് ഇറക്കി വിടുമ്പോൾ എന്തെങ്കിലും ഒരു വഴി ഒന്നേ മരിച്ചു പോകണം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യും. അതിനിപ്പുറം ആ സ്ഥലം വിറ്റ് കിട്ടിയാൽ ഞാൻ രക്ഷിക്കും. നമ്മുടെ ഇപ്പം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് തന്നെ ഞാൻ പറയുവാണ്, അപ്പം ആർക്കെങ്കിലും വീട് വയ്ക്കാനെങ്കിലും എടുത്തോട്ട് എനിക്ക് എന്നെ രക്ഷിച്ചാൽ മാത്രം മതി മുഖ്യമന്ത്രി. ഇവരെയും ഈ നാടിൻ്റെ ഭാഗമായിട്ട് ഈ സർക്കാരും ഈ കൊച്ചിൻ കോർപ്പറേഷനും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പുണ്യമായിരിക്കും. ഒരു വീട് അതുപോലെ മറ്റുള്ള ഇത് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും നടക്കണമെന്നില്ല. അത് സർക്കാർ ലെവലിലൊരു ഇടപെടലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ നടക്കുകയുള്ളൂ. ഇക്കഴിഞ്ഞ 45 വർഷത്തിലധികമായി ഒരു സെന്റ് പുറമ്പോക്ക് ഭൂമിയിൽ സുധയും ഭർത്താവും ഒരു മാളികയിൽ എന്ന പോലെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ദുരിതാവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. കാരണം ഈ വാർദ്ധക്യത്തിലെങ്കിലും അവർക്ക് നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം കൊടുക്കുക തന്നെ വേണം. അതിന് സർക്കാരിൻ്റെ കനിവുണ്ടാകണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. വിനു പാവമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.